ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഗീസ് വേറൊന്നുമില്ല ഗീസ്. അപ്പോൾ നമ്മൾ BR റാങ്കഡ് മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ സ്കോഡ് മാച്ചാണ്. അപ്പോൾ എന്നാൽ ഈ കളി നമ്മൾ ബൂയെ മാക്സിമം അടിക്കാൻ നോക്കണം. നമ്മുടെ ഗില്ലിലുള്ളവരൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് മാച്ച് കളിക്കാൻ പോകുന്നത് ഗീസ്. അപ്പോൾ എന്നാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി വേണമെന്ന് ഗീസ് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അപ്പോൾ എന്നാലും നമ്മളിതേ പീക്കിലൊന്ന് പറഞ്ഞിറങ്ങാൻ പ്ലാൻ ചെയ്തേക്കണം. അപ്പോൾ എന്നാലും പീക്കിലോട്ട് നമ്മൾ നേരെ പറഞ്ഞിറങ്ങുന്നുണ്ട് ഗീസ്. അപ്പോൾ എന്നാലും വോയിസിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ക്ഷമിക്കുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ക്ഷമിച്ച് തന്നേക്കുക ഗീസ്. അപ്പോൾ എന്നാലും നമ്മളിതേ പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. നോക്കുമ്പോഴാണ് ഇത് ഇവിടെ ഇരുന്ന് നിൽക്കുന്നത്. നമ്മൾ നോക്കിയിട്ട് നേരെ തലയ്ക്ക് വെച്ച് അടിച്ചവനെ കൊന്നിട്ടുണ്ട്. അപ്പം നെക്കി പിടിച്ചാൽ കൊന്ന് അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് ഫിനിഷ് ആയിക്കൊണ്ടിരുന്നപ്പം വേറൊരുത്തം കയറി വന്നു ഗീസ്. ആ കയറി വന്നതാണ് ഇവൻ്റെ ടീമേറ്റ് ആണെന്ന് എന്നാൾ ഉറപ്പാക്കി ഗീസ്. അപ്പോൾ അവൻ എന്നാൾ നെക്കി പിടിച്ച് ഒരു ഡാമേജ് കൊടുത്തു. അവൻ്റെ ഡബിൾ വെക്ടറാണ് നമ്മുടെ ടീമേറ്റ് നോക്കി. അപ്പോൾ എന്നാൾ അവനെ നമ്മൾ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ ടീമേറ്റ് ഇത് വെളിയിൽ നിന്ന് അടിക്കണം. അപ്പോൾ എന്നാലും അവനും കുറച്ച് ഡാമേജ് കൊടുക്കുന്നത് നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ആയി പോയി ഗീസ്. അപ്പോൾ എന്നാലും മറ്റേ കിളി ഫിനിഷ് ആക്കുന്നൊക്കെ എയിം ലോക്ക് ആവുന്നില്ല ഗീസ്. അവസാനം നമ്മൾ നെക്കി പിടിച്ച് അങ്ങനെ ഫിനിഷ് ആക്കി വിട്ടിട്ടുണ്ട് എന്നാളും. അപ്പോൾ എന്നാലും നമ്മൾ മാക്സിമം എത്ര കില്ല് എടുക്കാൻ പറ്റും നോക്കാം. അപ്പോൾ ഒരു 15 മേളിൽ കില്ല് എടുക്കാനായിട്ട് പ്ലാൻ എന്നാലും കിട്ടിയാൽ മതിയായിരുന്നു. അത് നമ്മൾ നോക്കുമ്പോൾ വേറൊരുത്തരും അവനെ കൂടി അങ്ങ് നെക്കി പിടിച്ച് അങ്ങ് നോക്കിയിട്ടുണ്ട്. അപ്പം ഫുൾ റെഡ് അങ്ങ് കൊടുത്ത് നമ്മളങ്ങനെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ കില്ല് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇവിടുന്ന് നമ്മൾ വടിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാലും ഇവിടെ വന്നപ്പോഴാണ് ഗീസ് ദൈവത്തിനാണെങ്കിൽ സർപ്രൈസ് തരാൻ വേണ്ടി ഒളിച്ചിരിക്കണം. അവനെ ചാടിച്ച് നെക്കി അങ്ങ് പിടിച്ച് അങ്ങ് നോക്കിയിട്ടുണ്ട്. നോക്കാതെ അവൻ്റെ ടീമേറ്റ് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങ് കൊന്നിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്ത് അവസ്ഥയൊക്കെയാണോ. എന്നാലും നമ്മൾ ഇവനെയൊക്കെ റിവെഞ്ച് അടിച്ച കാര്യമുള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ കില്ല് കുറേ വാരണം ഗീസ്. അപ്പോൾ അത് തന്നെ നമ്മുടെ പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മളത് ടീമേറ്റെല്ലാം പൊക്കി വിട്ടിട്ടുണ്ടായിരുന്നു. പൊക്കി വിട്ടത് വീണ്ടും ഇവിടെ വന്ന് പറഞ്ഞിപ്പം വേറൊരുത്തും നമ്മുടെ കൂടെ പറഞ്ഞിറങ്ങണം. എന്താ അവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അടിക്കാൻ നോക്കി ഒന്നും കൊള്ളുന്നില്ല ഗീസ് ഹെഡൊന്നും. അപ്പോൾ എന്നാലും നമ്മൾ നെക്കി പിടിച്ച് തന്നെ കൊല്ലാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ അവനെ റഷ് ചെയ്ത് തന്നെ അവനാണെങ്കിൽ കടി മൂത്ത് നിൽക്കുന്നവനാണെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന അവനെ നെക്കി പിടിച്ച് അങ്ങനെ നോക്കിയിട്ടുണ്ട്. അവൻ്റെ കടി അങ്ങ് മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പുറത്തായിട്ട് എടുത്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ അവനെ അടിക്കാമെന്ന് പറഞ്ഞ് എന്നാലും നിൽക്കും. നമ്മളാണെങ്കിൽ ലൂട്ടൊക്കെ എടുത്തിട്ട് പതുക്കെ പോയി അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കണം. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ ടീമേറ്റ് എന്നാലും ലിസ്റ്റ് കിട്ടി. അപ്പോൾ ഇവനൊന്നും വേറെ പണിയൊന്നുമില്ല. ഇങ്ങോട്ട് നമുക്ക് വെറുതെ ലിസ്റ്റ് ഇട്ട് തന്നിട്ട് നമ്മളെന്നാലും അവന്മാരെ വൈപ്പിട്ട കാര്യമുള്ളൂ ഗീസ്. അപ്പോൾ അവന്മാർ നമ്മൾ ലിസ്റ്റൊക്കെ ഇട്ടല്ല. അപ്പോൾ ലിസ്റ്റ് ഇടുന്ന ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് വൈപ്പിടുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ സുഖം തന്നെ. അപ്പോൾ നിങ്ങൾ എന്നാളും ഒന്ന് ചാനലൊന്ന് സബ് ചെയ്തേക്ക്. പിന്നെ ഷോർട്സും പോട്ടെ ഗീസ്, ഫുൾ വീഡിയോ ലൈക്ക് കൂടി അടിച്ചേക്കുക. അപ്പോൾ എന്നാലും നമ്മളിത് ഇതിൽ പോയിട്ട് നേരെ ക്രോസ് എയർ ചുമ്മാ മാറ്റി നോക്കുക ഗീസ്. അപ്പോൾ എന്നാലും ഇതിട്ട് കളിച്ചിട്ട് ഒരു ഗുമ്മ് കിട്ടണില്ല. അപ്പോൾ ഇത് ചുമ്മാ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നാലും നിങ്ങൾ ഹൈപ്പ് ചെയ്തിട്ടില്ലേ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് പവർ ആക്കിയേക്കാം. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ലിസ്റ്റ് നമ്മുടെ അടുത്തെത്തി ഗീസ്. അപ്പോൾ എന്നാലും ചാടി കഴിഞ്ഞ് ഓടി വന്നപ്പോൾ അവനൊരു വണ്ടാപ്പ് എടുത്ത് അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈസി ഒരു വണ്ടാപ്പായിരുന്നു. അവനാണ് നേരെ ഓടി വന്ന് ചുമ്മാ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് നേരെ മറ്റവനെ അങ്ങ് കൊല്ലാൻ നോക്കി നടന്നില്ല. അവസാനം നമ്മളെ അങ്ങ് കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ടീമേറ്റ് വന്ന് നമ്മളങ്ങനെ പൊക്കി വിട്ടിട്ടുണ്ട് ഗീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം തന്നെ ആണെങ്കിൽ മറ്റവൻ റഷ് ചെയ്തു തന്നെ അവനങ്ങനെ കടി മൂത്ത് നിൽക്കുന്നവനാണെന്ന് തോന്നുന്നു ഗീസ്. നമ്മളെ കില്ലെടുക്കാൻ വേണ്ടി പറന്നു വന്നോ. അപ്പോൾ എന്നാലും നമ്മളിത് തട്സൂയിട്ട് നേരെ അവനെ അടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ തട്സൂയിട്ട് നേരെ ഒരു വണ്ടാപ്പ് കൊടുത്ത് അവനെ അങ്ങനെ നോക്കിയിട്ട് അവൻ്റെ കടി അങ്ങ് മാറി. ലിസ്റ്റ് ഇട്ടിട്ട് ഭയങ്കര ഇതല്ലായിരുന്നു. എന്നാലും അവന്മാർക്ക് കൊടുക്കാൻ കേസ്. അപ്പോൾ എന്നാലും നോക്കുമ്പോൾ വേറൊരുത്തൻ താഴത്തായിട്ടുണ്ട്. അവനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ വൈപ്പാണോ എന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ എന്നാലും ഇത് നോക്കുമ്പോഴാണ് നമ്മുടെ ടീമേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ നൈസായിട്ട് നിന്നിട്ട് ചുമ്മാ ഒരു അടിച്ചപ്പോൾ തന്നെ നമുക്ക് ആ കില്ലങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അവൻ ലാസ്റ്റ് അല്ലായിരുന്നു കേസ്. അപ്പം ലാസ്റ്റ് മാനാണ് ആ റിവേ പോയിൻറ്റിൻ്റെ അവിടെ നിൽക്കണം കേസ്. അപ്പോൾ എന്നാലും അവൻ പൊക്കാനുള്ള പ്ലാനുണ്ട് റിവേ പോയിൻറ്റിൽ നിന്ന്. അപ്പോൾ എന്നാലും അതിന് മുമ്പ് നമ്മൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളതെന്ന് പറഞ്ഞു നോക്കുക. നമ്മളാണെങ്കിൽ നേരെ വണ്ടി കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ വണ്ടിയൊക്കെ എടുത്ത് നേരെ പോകാമെന്ന് പറഞ്ഞു നോക്കുക. അപ്പോൾ ടീമേറ്റ് വരാൻ വേണ്ടി നോക്കിയിട്ട് അവസാനം നമ്മളിത് കുറേ നേരം ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റ് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ കയറിയെന്ന് പറഞ്ഞ് നേരെ വണ്ടി എടുത്തത്, പക്ഷേ കയറിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ ബൂസ്റ്റൊക്കെ ഇട്ട് പറന്നടിച്ച് അവനെ കൊന്നിട്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞു. അവനാണ് റിവേ പോയിൻറ്റ് കംപ്ലീറ്റ് ആക്കാറായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മളിതേ ഓടിച്ചാടി അങ്ങനെ ചെല്ലുവാണ് കേസ്. അപ്പോൾ എന്നാലും അവനെ വൈപ്പിട്ടിട്ട് ഒരു 2 ഇമോട്ട് ഇടുമ്പോഴുള്ള സുഖം അതൊരു വേറെ ഫീലാണ് കേസ്. അപ്പോൾ എന്നാലും ചാടിച്ച് നേരെ നെക്കി പൊട്ടിച്ച് ബ്ലൂ ആൾ. അത് കഴിഞ്ഞ് നെക്കി പിടിച്ച് അവനങ്ങ് വൈപ്പായി പോയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മളെ ഐക്കോണിക് ഇമോട്ട് കൂടി അങ്ങ് കൊടുത്തിട്ടുണ്ട് എന്നാളും. പാവമുണ്ട് ഗീസ്. അവന്മാരുടെ കടി അങ്ങ് മാറിക്കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നാളും. അപ്പോൾ എന്നാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഹൈപ്പ് അടിക്കാൻ മറക്കല്ല. അപ്പോൾ എന്നാലും നമുക്ക് ഹൈപ്പ് പോയിൻ്റൊക്കെ കിട്ടിയിട്ട് ഈ വീഡിയോക്ക് ഒരു 50K വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് നമ്മളെന്നാളും കൺസിസ്റ്റൻസി ആയിട്ട് എന്നാളും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതാണ് കേസ്, ഫുൾ വീഡിയോസ്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് ഹൈപ്പ് അടിച്ച് പവറാക്കാൻ മറക്കല്ല. അപ്പോൾ എന്നാലും നമ്മൾ ഇതുപോലത്തെ കിടിലൻ ഗെയിം പ്ലേസും ഓരോ കണ്ടൻസൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരുന്നതാണ് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ കുറച്ച് ബ്രേക്കൊക്കെ എടുത്താണ് യൂട്യൂബിൽ നിന്ന്. അപ്പോൾ എന്നാലും ഒരു ചെറിയൊരു മടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാലും നിങ്ങൾ വേണം കേസ് അത് മാറ്റി തരാം. അപ്പോൾ എന്നാലും ഒരു കമൻറ്റൊക്കെ ഒന്ന് ഇട്ടേക്കേട്ടോ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എന്നാലും നമ്മൾ നെക്സ്റ്റ് അത് സെറ്റാക്കുന്നതാണ് നിങ്ങൾ പറയണം. അപ്പോൾ എന്തെങ്കിലും വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതൊരു കമൻറ്റായിട്ട് ഇട്ടേക്കാം. അപ്പോൾ എന്നാലും നല്ലതാണ് ഒരു നല്ലതാണെന്ന് പറഞ്ഞൊരു കമൻറ്റ് കൂടി ഇട്ടേക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളിത് പീക്ക് വന്നിട്ടുണ്ട്. പീക്ക് വന്നപ്പോഴാണ് ഇവിടെ ആരുമില്ല ഗീസ്. അപ്പോൾ അങ്ങനെ നമ്മളിത് ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇത് ലോഞ്ച് വാർഡ് ഇടുന്നു. ലോഞ്ച് വാർഡിൽ അങ്ങോട്ട് നോക്കിയപ്പോഴുന്ന ഇതേ പീക്കിൻ്റെ മണ്ടയിലൊക്കെ എനിമി. അപ്പോൾ അവന്മാരെല്ലാം മണ്ടയ്ക്ക് ഒരു ഒളിച്ചിരിക്കും. നോക്കുമ്പോൾ നമ്മൾ അടിക്കാൻ നോക്കി നടന്നില്ല. നമ്മൾ ടീമേറ്റ് നോക്കാം. ഞാൻ നേരെ ഗ്ലൂ ഇട്ടിട്ട് നേരെ ടീമേറ്റിനെ പൊക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീമേറ്റിനെ എല്ലാം പൊക്കി കഴിഞ്ഞ് അടിക്കാമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് ഗീസ്. അപ്പോൾ എന്നാലും അവൻ്റെ ഒന്നും തല കാണുന്നില്ല. എന്നാലും നമ്മൾ അടിച്ച് കൊന്നിട്ട് കാര്യമുള്ളതെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേനും തല വെളിയിലിട്ട് നിൽക്കുന്ന കേസ്. അപ്പോൾ എന്നാലും അവൻ്റെ തലയ്ക്ക് എങ്ങനെയും ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കടി അങ്ങ് മാറും. അങ്ങനെ നമ്മളൊരു 199 അങ്ങ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ
ചത്തില്ല. കൃത്യം 199. എന്നാൽ പിന്നെ ഒരു കുറച്ച് ഡാമേജ് കൂടി കയറിയിരുന്നേ അവനെ കൊല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ലോഞ്ച് പാഡ് അടിക്കാൻ നോക്കിയപ്പോഴത്തേനും ഇതേ ലോഞ്ച് പാടി കയറാൻ പറ്റുന്നില്ല, വണ്ടി കിടക്കണമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചത്തിട്ടുണ്ട്. എന്നാളും ടീമേറ്റ് വന്ന് തീവയിട്ട് പൊക്കിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പറ വന്നപ്പോൾ നോക്കാനും അപ്പുറത്തായിട്ടുള്ളവൻ എന്നാലും കൊന്നിട്ട് കാര്യമുള്ളൂ. അവൻ്റെ കടി കാരണം നമ്മളിപ്പോൾ നോക്കായത്. അപ്പോൾ എന്നാലും നമ്മുടെ ടീമേറ്റ് നോക്കുകയും ചെയ്ത് മണ്ടയ്ക്കുള്ളവന്മാരെ ഇച്ചിരി പ്രശ്നമാണ്. അവന്മാരെ കൊന്നിട്ടേ കാര്യമുള്ളൂ. അവന്മാരെ കൊന്നെങ്കിലേ നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നാലും അവിടെ ഒരുത്തനുള്ളതെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അവനെ കൊന്നു കഴിഞ്ഞാൽ സെറ്റായി. അപ്പം തല ദേ വെളി ഇട്ട് വന്നപ്പോഴത്തേനും നമ്മൾ നേരെ അടിക്കാൻ നോക്കി. അവസാനം കൊള്ളുന്നൊന്നുമില്ല. അവസാനം ഇത് എങ്ങനെയൊക്കെയോ നമ്മൾ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട് കേസ്. അപ്പോൾ എന്നാലും ഒരടി അവസാനം കൊണ്ടിട്ടുണ്ട്. അങ്ങനെ അവൻ നോക്കായത് എനിക്ക് ഓർമ്മയുള്ളൂ. നോക്കുമ്പം ബാക്കിലൊക്കെ വന്ന് എനിമി വന്നിട്ടുണ്ട്. നമ്മളാണെങ്കിൽ പപ്പടം പഴം പായസമായി കേസ്. നമ്മളിത് ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് വെറുതെ ആയിപ്പോയി. നമ്മളങ്ങനെ ചത്തിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റും അങ്ങനെ എനിമിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് അടി വാങ്ങുന്നുണ്ട് കേസ്. അപ്പോൾ എന്നാലും ടീമേറ്റും ഇപ്പോൾ ചാവുമെന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയണത് കേസ്. അങ്ങനെ തന്നെ ടീമേറ്റ് അങ്ങനെ അവസാനം അവിടെ ദാരുണാന്തി ആയിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ഇവിടുന്ന് ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീമേറ്റ് ആണെങ്കിൽ ഓരോരോ ആൾക്കാരെയും പൊക്കി വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഞാനും നേരെ നെങ്ങി പിടിച്ചങ്ങ് ചത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ ടീമേറ്റ് പൊക്കി വിട്ടു. ഇപ്പം തന്നെ നമുക്ക് 9 കില്ലുണ്ട്. മാക്സിമം ഒരു 15 കില്ലാണ് ഈ ടാർഗറ്റ്. അപ്പോൾ 15 കില്ല് അടിച്ച് കഴിഞ്ഞാൽ സെറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ എന്നാലും നമ്മൾ പവറായിട്ട് ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നതാണ് കേസ്. നമ്മളെന്നിട്ട് നേരെ പറന്നിറങ്ങുക കേസ്. അപ്പോൾ എന്നാലും ലൈക്ക് അടിക്കാത്തല്ല, ലൈക്ക് അടിച്ചേക്ക്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ എന്നാലും ഞാൻ ചുമ്മാ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ കേസ്. അപ്പോൾ പറയാനൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഈ ലോങ് വീഡിയോ ചെയ്യുമ്പം ഭയങ്കര ഷോക്കാണ്. ഉള്ള കാര്യം പറയില്ല, ഈ വോയിസ് ഓവർ എടുക്കണേ. നമ്മളങ്ങനെ മാക്സിമം അങ്ങനെ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ദൈവത്തിന് ഡ്രോപ്പിൽ ഇട്ടിട്ട് പോകാൻ നോക്കണം. അപ്പോൾ എന്നാലും അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് നോക്കുമ്പം അവനാണെങ്കിൽ വണ്ടി കയറുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ അങ്ങോട്ട് പോയിട്ട് നേരെ തലയ്ക്ക് വെച്ച് അടിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷേ ആ പ്ലാൻ ആണെങ്കിൽ മൂഞ്ചിയിട്ടുണ്ട് കേസ്. വണ്ടിയുടെ തല കിട്ടിയില്ല. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രോപ്പിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവുക. അപ്പോൾ അവനാണെങ്കിൽ ഫുള്ള് പഠിച്ചുകൊണ്ട് പോയെന്ന് എനിക്ക് തോന്നണേ. എന്തേലും കിട്ടുവാണെങ്കിൽ അതെടുത്ത് നേരെ നമുക്ക് എനിമീനെ അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴാണ് AC8 കിട്ടി കേസ്. അപ്പോൾ ഇനി എന്ത് വേണം? AC8 കിട്ടി കഴിഞ്ഞാൽ പിന്നെ പവറാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നാലും നമ്മളിത് കുറച്ച് ലൂട്ടൊക്കെ അങ്ങനെ പെറുക്കിയിട്ട് അവനെ അടിക്കാമെന്ന് പറഞ്ഞാൽ നിൽക്കണം കേസ്. അത് കഴിഞ്ഞ് നമ്മളിത് ലൂട്ട് പെറുക്കാൻ വന്നപ്പോൾ വേറൊരു ഡ്രോപ്പ് എടുക്കണം. അപ്പോൾ ആ ഡ്രോപ്പ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും വേറൊരു അവൻ വീണ്ടും വണ്ടിയായിട്ട് വന്നു. ഒരു ഗോസ്റ്റും വന്നു. അപ്പോൾ എന്നാൽ ഗോസ്റ്റിനെ നമ്മൾ അടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ അടിച്ചപ്പോൾ തന്നെ ആ നോക്ക് കിട്ടി. അതെന്താണ് ലാഭമായിട്ടുണ്ട് കേസ്. അത് കഴിഞ്ഞ് കില്ല് ഫിനിഷ് ആയിക്കൊണ്ട് പോയി കേസ് വേറൊരുത്തി. അപ്പോൾ അവളെ നേരെ നെക്കി പിടിച്ച് നോക്കിയിട്ടപ്പോൾ വേറൊരുത്തം വന്നേക്കണം. അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് നോക്കണമെന്ന് പറഞ്ഞ് ചാടി നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ 2 നോക്കിയപ്പോൾ കിടപ്പുണ്ട് കേസ്. അത് കഴിഞ്ഞ് നമ്മളിതേ നോക്കുമ്പം വേറെ എവിടുന്നൊക്കെയോ എനിമീസ് വരുന്നു കേസ്. അപ്പോൾ ആ കില്ല് മൊത്തം കൺഫേം ആക്കി. അല്ലെങ്കിൽ വെറുതെ ആ കില്ല് പോകാൻ ചാൻസ് ഉണ്ട്. വെറുതെ എന്തിനാ കളയണം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എവിടുന്നൊക്കെയോ എനിമി വന്നു കേസ്. ഒരുത്തണ്ട് വണ്ടാപ്പ് കൊടുത്ത് അങ്ങ് നോക്കിയിട്ട് അവൻ്റെ കടി അങ്ങ് മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരുത്തൻ അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ കൊല്ലാൻ പറ്റില്ല കേസ്. നമ്മൾ നേരെ ചാടി ഒഴിച്ചുകൊണ്ട് നേരെ കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 ടാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒറ്റ 1 ടാപ്പ് അവനെ കൊന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പം ലാസ്റ്റ് മാനാന്ന് തോന്നുന്നു കേസ്. പറന്ന് വന്നതാണ്. നോക്കുമ്പോൾ ഒറ്റ അടിക്കാൻ അവനെ 1 ടാപ്പ് കൊടുത്തിട്ട് നമ്മളെ ഐക്കോണിക് ഇമോട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ ആ ടീം വൈപ്പ് ഇഷ്ടപ്പെട്ട ഒരു കേസ് ഒന്ന് കമൻറ്റ് ബോക്സ് ചെയ്യുക. അതിൻ്റെ റേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടീം വൈപ്പ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനി വേണമെന്ന് കമൻറ്റ് ഇടാനും മറക്കല്ല. അപ്പോൾ എന്നാലും എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ടേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ലൂട്ടൊക്കെ മാറിയിട്ടുണ്ട്. തോംസൺ എടുത്തിട്ടുണ്ട് എന്നാളും. അത് കഴിഞ്ഞ് നമ്മൾ ടീമേറ്റിനെല്ലാം പൊക്കാന്ന് പറഞ്ഞു. അപ്പോൾ 14 കില്ല് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഒരു കില്ല് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 15 കില്ല് എടുക്കാം. അങ്ങനെ ആ ചലഞ്ചല്ല, നമ്മുടെ ഒരു ടാർഗറ്റ് അങ്ങനെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്നാലും മാക്സിമം ഒരു കില്ല് എങ്ങനെയും എടുക്കണം കേസ്. അപ്പോൾ എവിടുന്നേലും ഒരു മണ്ടനൊന്ന് വന്ന് മുമ്പിൽ നിന്നിരുന്നെങ്കിൽ അടിച്ച് കൊല്ലായിരുന്നു. അപ്പോഴാണെങ്കിൽ നമ്മളിത് ലൂട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ ഇനി പൊക്കാന്ന് പറഞ്ഞുള്ള പ്ലാനിൽ നിൽക്കുക. അപ്പോൾ എന്നാലും പൊക്കിയിട്ട് ഇനി കളിക്കുന്നുള്ളൂ. വെറുതെ ചാവണ്ട, വെറുതെ എന്തിനാണ് നമ്മൾ കളി കളയണത്. അങ്ങനെയാണ് ബൂയി അടിക്കാൻ പറ്റുവാണ് അത്രയും നല്ലത്. അത് കഴിഞ്ഞ് നമ്മൾ പൊക്കിയെല്ലാം വിട്ടിട്ട് ഇതിലേ വന്നപ്പോഴാണ് വുഡ്പെക്കർ എടുക്കണം കേസ്. അപ്പോൾ വുഡ്പെക്കർ എടുക്കണമെന്ന് പിന്നെ വിചാരിച്ച അവസാനം നമ്മളിത് വുഡ്പെക്കർ അങ്ങ് എടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഇവിടെ ആരും ഇല്ല കേസ്. അപ്പോൾ എന്നാലും 15 അലയും ഉണ്ട്. നമ്മളെ കൂട്ടാണ്ട് എന്നാലും 11 പേരുണ്ട് കേസ്. അപ്പോൾ എന്നാലും അവന്മാരും കൂടി കൊല്ലണം സെറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് അങ്ങനെ ചാവുകയും ചെയ്തു കേസ്. അപ്പോൾ എന്നാലും നമ്മൾ കൊല്ലണം. എന്നാളും ഒരു കില്ലിന് നമ്മൾ എന്നാലും ചെയ്തിട്ട് കാര്യമുള്ളൂ കേസ്. അപ്പോൾ എന്നാലും നോക്കുമ്പോൾ താഴത്തായിട്ട് എനിമീനെ ഒന്നും കണ്ടില്ല. പിന്നെ നോക്കുമ്പോൾ അതിനകത്ത് ഒരുത്തനുണ്ട് കേസ്. അപ്പോൾ അവനെ കൊന്നിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കൊല്ലുവാണെങ്കിൽ 15 കില്ല് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവനാണെങ്കിൽ എയിമൊന്നും കിട്ടുന്നില്ല. അവനാണെങ്കിൽ മണ്ടയ്ക്ക് തന്നെ ഇരിക്കുക കേസ്. അപ്പോൾ എന്നാൾ ക്യാമ്പിങ് ആണെന്ന് തോന്നുന്നു. നമ്മളെന്നാൾ അങ്ങ് റഷ് ചെയ്തിട്ട് അടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൾ സോൺ നമുക്കുണ്ട് ഈ സൈഡിൽ തന്നെ. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് നേരെ അടിക്കാമെന്ന് പറഞ്ഞുള്ള പ്ലാനാണ്. അപ്പോൾ എന്നാലും കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ലേ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന കേസ് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൾ നോക്കുമ്പോൾ ഒരുത്തം ചാടി വന്നപ്പോൾ അവനെ അങ്ങ് നെക്കി പിടിച്ച് നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ കില്ലങ്ങ് ഫിനിഷാക്കി നമ്മൾ 15 കില്ല് അങ്ങനെ എടുത്ത് ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇനിയൊന്നും വേണ്ടെന്ന് നമ്മൾ പറഞ്ഞു നിൽക്കുമായിരുന്നു കേസ്. അപ്പോൾ എന്നാലും ഇനി മാക്സിമം ബൂയി അടിക്കാൻ നോക്കണം എങ്ങനെയും. അത് കഴിഞ്ഞ് മറ്റവനാണ് ചാടി ഇറങ്ങുവാണ് കൊല്ലാമെന്നും പറഞ്ഞു നിൽക്കും. അപ്പോൾ എന്നാലും അവനാണ് ചാടുന്നൊന്നുമില്ല. അവസാനം ഞാൻ നോക്കുമ്പോഴാണ് അവനാണെങ്കിൽ പതുക്കെ ആ വീടിനകത്ത് ചാടിയിട്ട് ആ കുതിര എടുത്ത് പോകാൻ നോക്കണം. കള്ളൻ എന്നാൾ നമ്മളിത് കുതിരക്കിട്ട് കളിച്ച് ഡാമ കൊടുത്തപ്പോൾ അവന്
കൊന്നിട്ട് കുറച്ച് ഡാമേജ് ഉണ്ട്. അവനാണെങ്കിൽ സോണിൽ പെട്ടെങ്കിലും ചത്ത്. എന്ത് നന്മയുള്ളവനാന്ന് നോക്കി ഈ സോണിലൊക്കെ പുറത്ത് പോയി പൊക്കാൻ പോകുന്നു. എന്തായാലും നമുക്ക് 16 കില്ല് ഇങ്ങനെ കംപ്ലീറ്റ് ആയി. അത് നോക്കുമ്പോഴാണ് ഗെയ്സ് ഒരുത്തൻ ഓടിച്ചാടി വന്നു. അവനിട്ട് നേരെ ഒരു വണ്ടാപ്പെടുത്ത് അവനെ അങ്ങ് പരലോകത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഗീസ്. അപ്പോൾ 17 കില്ല് അടിച്ച് നമ്മൾ എന്നാളും ബൂയി അടിക്കാൻ പറ്റും നോക്കാം. പെനാൾ ആരാണ്ടൊക്കെ ലൈക്കൊക്കെ തരുന്നുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും മാക്സിമം ഈ കളി ബൂയി അടിച്ച് ഞാൻ സെറ്റ് എന്നും പറഞ്ഞു നോക്കും. അപ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ താഴത്തായിട്ട് മുട്ടം ഫൈറ്റ് ഗീസ്. അപ്പോൾ അവന്മാരെ കൊന്നിട്ടേ കാര്യമുള്ളൂ. നോക്കാരം നമുക്ക് സോണുണ്ട്. നമ്മൾ പിന്നെ എന്തിനാണോ ആവോ ഒരു കടിയല്ലേ കേസ്. നമ്മളപ്പം നേരെ സോൺ ഔട്ട് പോയിട്ട് നേരെ അവന്മാരെ കൊല്ലാമെന്ന് പറഞ്ഞു നോക്കും. അപ്പോൾ ഇവിടെ നിൽക്കേണ്ട കാര്യമുള്ളൂ. ഒരു മരത്തിൻ്റെ കവറൊക്കെ എടുത്ത് നമ്മൾ ചാടി ഓടിച്ചു വന്നിട്ട് നേരെ ഇതിൻ്റെ മണ്ടേ കയറാനുള്ള പ്ലാനാണ്. പക്ഷേ കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. നമ്മുടെ ടീമേറ്റ് വന്ന് നിന്നിട്ട് തലയെ ചവിട്ടി കയറാൻ നോക്കാം കേസ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ താഴത്തുള്ളവന്മാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടാണ്. പിന്നെ നമ്മൾ ടീമേറ്റിൻ്റെ തലയെ ചവിട്ടി പോകാമെന്ന് പറഞ്ഞ് നോക്കിയിട്ട് നടക്കണില്ല. അത് കയറാൻ പറ്റത്തില്ലെന്ന് ഉറപ്പായി. അത് കഴിഞ്ഞൊരു ഗ്ലൂ ഇട്ടിട്ട് പിന്നെ കയറണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഗ്ലൂ ഒക്കെ ഇട്ടിട്ട് നേരെ ടീമേനെ അടുപ്പിച്ച് ചേർത്തിട്ട് നേരെ ചാടി കയറാൻ നോക്കി. അവനാണ് എഴുന്നേറ്റിരിക്കുന്നില്ല. അവസാനം നമ്മളിതേ ചാടി എങ്ങനെയൊക്കെയോ കയറിയിട്ടുണ്ട്. അങ്ങനെ കയറി കഴിഞ്ഞത് നോക്കുമ്പോഴാണ് എനിമീസ് കേസ് കാണുന്നില്ല. അപ്പോൾ നോക്കുമ്പോഴാണ് ഇത് താഴത്തായിട്ട് നിൽക്കിട്ട് 2 പേര് അവന്മാർ ഇവിടെ വന്ന് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ ചാടി കുറച്ച് ഡാമേജ് അധികം കൊടുത്തു 2 പേർക്കും കൂടി. അപ്പോൾ എന്നാലും അവന്മാർ ചത്തുമില്ല. അപ്പോഴാണ് കേസ് നമ്മുടെ ഫോണാണെങ്കിൽ മറ്റേ സ്വിച്ച് ബട്ടണിൽ കൊണ്ട് ഓഫ് ആയിപ്പോയി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെട്ടെന്ന് ഓണാക്കി എടുത്തിട്ട് നേരെ ബാക്കോട്ട് വലിഞ്ഞിട്ട് നേരെ അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നാലും മറ്റവനെ നെക്കി പിടിച്ച് കൊല്ലാൻ വേണ്ടി അവനാണ് തല വെളിയിൽ തരുന്നില്ല. അവസാനം ഒന്നും കൊള്ളുന്നുമില്ല. റീക്കോയിൽ അടിച്ച് പോകണം. അവസാനം നമ്മൾ ഗ്ലൂ ഇട്ടിട്ട് നേരെ സോണിനകത്ത് കയറിയിട്ട് അടിക്കാമെന്ന് പറഞ്ഞു. ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് കളിക്കേണ്ട ആവശ്യമുള്ളായിരുന്നു. സോൺ ഔട്ടി വന്നത് വെറുതെ കളി കളഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ ഒറ്റയ്ക്കായിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഈ കളി ബൂയി അടിക്കുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല. നമുക്ക് നോക്കി നോക്കാം. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ അവന്മാർ നല്ല ഡാമേജ് നമുക്ക് തരുന്നുണ്ട് കേസ്. നമ്മൾ നേരെ ബാക്ക് വലിഞ്ഞിട്ട് നേരെ മറ്റവൻ അടിക്കാൻ പറ്റുന്ന രീതി ഇടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഒരുത്തനെ നമ്മൾ നോക്കിയിട്ട് അത് കഴിഞ്ഞ് കില്ല് ഫിനിഷാക്കേണ്ട കാര്യമുള്ളായിരുന്നു. ഈ ഫ്ലാഗ് ഗണ്ണൊക്കെ എറിഞ്ഞ് വെറുതെ അത്രയും ഇതും പോയി വെറുതെ ആ കില്ല് പൊങ്ങുകയും ചെയ്തു കേസ്. അപ്പോൾ എന്നാലും ആ കില്ല് ഫിനിഷാക്കിയിരുന്ന ഈ കളി നമുക്കുള്ള കളി ഉറപ്പായിരുന്നു. അപ്പോൾ എന്നാലും നമ്മളിത് വെറുതെ ഇങ്ങനെ നിന്നിട്ട് അവസാനം നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് എടുക്കാൻ നോക്കി ഒന്നും നടക്കണമില്ല. അവസാനം അപ്പുറത്തൊരുത്തനുണ്ട്. അവനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ അവന്മാർ 3 പേരും കൂടി എന്നെ റഷ് ചെയ്യും. ഉറപ്പായിട്ടുള്ള കാര്യം 3 പേരാണ്. അത് കഴിഞ്ഞ് തീയൊക്കെ വിടണം കേസ്. എന്തിൻ്റെ കടിയാണ് ഇവന്മാർക്ക്. അങ്ങനെ നമുക്കൊരു കാര്യം മനസ്സിലായി കേസ്. നമ്മളിപ്പോൾ തന്നെ ചാകും കേസ്. അപ്പോൾ എന്നാലും നമുക്ക് നോക്കി നോക്കാം മാക്സിമം അവന്മാരെ വൈപ്പിടാൻ പറ്റുമെന്ന്. അപ്പോൾ എന്നാലും എന്നെയും കൂട്ടാൻ 4 പേര് കൂടി ഉണ്ട്. അപ്പോൾ എന്നാലും ഒരുത്തൻ റഷ് ചെയ്ത് തന്നെ കണ്ട. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് നെക്കിയാൻ മേടിച്ച് നോക്കിട്ട് അപ്പോൾ അവനായിരുന്നു കേസ് ഈ ടീമിൽ ഏറ്റവും കടി കൂടിയവൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഫിനിഷാക്കാൻ നോക്കിയിട്ട് എയിമൊന്നും ലോക്ക് ആവുന്നില്ല. എന്ത് അവസ്ഥയൊക്കെയാണ്. ഗെയിം ബഗ്ഗാണോ എന്നാണോ എൻ്റെ ബഗ്ഗാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മറ്റവനെ കൊല്ലാൻ നോക്കി നടന്നില്ല. അവസാനം നമ്മൾ ഇവനെ അങ്ങ് നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ടുണ്ട് കേസ്. അപ്പോഴാണ് നമ്മുടെ ഗ്ലൂ ആൾ തീർന്നു പോയി കേസ്. അങ്ങനെ നമ്മൾ ചത്തിട്ടുണ്ട്. എന്ത് അവസ്ഥയൊക്കെയാണ്. അങ്ങനെ അവന്മാർ ബൂയി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബൂയെ മിസ്സായിപ്പോയി 17 കില്ലും കിട്ടി. അപ്പോൾ നമ്മുടെ ടീം ടോട്ടൽ എത്ര കില്ലെടുത്ത് കമൻറ്റ് ഇടാൻ മറക്കില്ല. അപ്പോൾ എന്നാലും മാസ്റ്റർ ലോബി ആയിരുന്നു. അപ്പോൾ എന്നാലും കുറച്ച് പ്ലസ്സും കിട്ടി കേസ്. കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു 70 പ്ലസ് കിട്ടി. അപ്പോൾ എന്നാലും അടുത്ത വീഡിയോ കാണുമെങ്കിൽ സ്റ്റാറ്റ ബൈ ബൈ.